സാധനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള കെൽപ്പുണ്ടാവണം. നമുക്ക് ലഭ്യമായ ഭക്ഷ്യവസ്തുക്കളിൽ തന്നെ പോഷകാംശങ്ങൾ കൂടുതലുണ്ടാവണം. നിങ്ങളുടെ നെന്മണി അരി പ്രത്യേകതകളുണ്ടെന്ന് അവിടെ പറഞ്ഞതെന്ന് കേൾക്കുന്നു. കൂടാതെ അവിടെ പശുക്കറവ അത്തരം കാര്യങ്ങളുണ്ട്, കോഴിമുട്ട ഉൽപ്പാദനം, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പോഷകങ്ങളുടെ വർധനവിൻ്റെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയിൽപ്പെട്ടതാണ് ശുചിത്വം. നിങ്ങളാണെങ്കിൽ സ്കൂളുകളായാലും റോഡുകളായാലും പൊതുസ്ഥലങ്ങളായാലും മാർക്കറ്റായാലും അവിടെയൊക്കെ ഈ ശുചിത്വമാക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ കൊടുത്തിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു മാതൃകയാണ്. പക്ഷെ ഇതിലെനിക്കൊരു ചെറിയ സംശയം. തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ശരാശരി 8 ദിവസത്തേക്കേ ജോലി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് ഈ തൊഴിൽ സേന ഉള്ളതുകൊണ്ടാണോ? തൊഴിൽ സേന ഈ വർഷമാണ് നമ്മൾ രൂപീകരിച്ചത്. കഴിഞ്ഞ വർഷം മുതലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ ബ്ലോക്കിൽ സാർവത്രികമായി നടപ്പാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വർഷം മുതൽ നീർത്തട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് പഞ്ചായത്തിലെ സ്വകാര്യ 5 ഏക്കറിൽ താഴെയുള്ള സ്വകാര്യ ഭൂമിയിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യാനുള്ള പദ്ധതിക്ക് ആക്ഷൻ പ്ലാൻ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, സ്വകാര്യ ഭൂമിയിൽ എങ്ങനെ NRE ചെയ്യും? അല്ല, നീർത്തട മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 ഏക്കറിൽ താഴെയുള്ള ഭൂമിയിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യാം വന്നിട്ടുണ്ട്. അപ്പം അതോടുകൂടി ആ നമ്പർ മാറും. അതല്ല, നിങ്ങളുടെ ഏതാണ്ട് 90% രജിസ്റ്റർ ചെയ്തവർക്ക് കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ദിനമേ വർക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് വെച്ചാൽ ഒന്നുകിൽ ആളുകളുടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രോജക്റ്റിൽ ഈ വർഷത്തേക്ക് എൻ്റെ നമ്പർ മാറ്റം വരും. ആദ്യത്തെ വർഷത്തെ ഒരു കണക്കാണ് കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങളുടെ ഈ പ്രത്യേക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സുസ്ഥിര വികസന പദ്ധതി ഉണ്ടാക്കാൻ പഞ്ചായത്തിന് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു? പ്രത്യേകിച്ച് എവിടെ നിന്ന് കിട്ടിയില്ല. ഞങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ മൊത്തം ആവശ്യകതയുടെ ഒരു സമിതി കൂടിയിരുന്ന് ചർച്ച ചെയ്തതാണോ? ഗ്രാമസഭകളിൽ? നമ്മൾ ഗ്രാമസഭകളിലും പൊതുവായിട്ട് നമ്മളെ സാമൂഹിക വികസന സമിതികളിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ സാധ്യത വെച്ചുകൊണ്ട് നമുക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് പോകാൻ കഴിയും. ചെറുതാഴത്തിൻ്റെ കഴിഞ്ഞ കാല പാരമ്പര്യം വെച്ചുകൊണ്ട് 400 ഹെക്ടറിലും നെൽകൃഷി വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുപക്ഷെ 2 വളിയാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമായ അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ 1800 ടൺ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 525 2 വിളകളിലായിട്ടാണ്. ഒരു 325 ഹെക്ടർ എന്ന് പറയുന്നത് ഒരു വിളക്ക് ചെയ്യുന്നതാണ്. അത് 2 വിളയാക്കിയിട്ട് 1-ാം വിളക്ക് 200 ഹെക്ടറേ കിട്ടും. ഇപ്പം രണ്ടും കൂടി 525 ഹെക്ടർ കിട്ടും. അരി റൈസ് മില്ലുണ്ട്. അതെ. അപ്പം നിങ്ങളുടെ പ്രൊക്യൂർമെന്റ്, ഈ നെല്ല് വാങ്ങൽ എങ്ങനെയാ? അതിന് തറവിലയുണ്ടോ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഞങ്ങൾക്ക് നെല്ല് കിട്ടാതെ പ്രശ്നമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ കൃഷിക്കാർക്ക് നെല്ല് ബാക്കിയാവുന്ന പ്രശ്നമില്ല. അവരുടെ സ്വന്തം ആവശ്യം കഴിച്ച് ബാക്കിയാണ് ഞങ്ങൾക്ക് തരുന്നത് ഈ സംസ്കരിക്കുന്നത്. ആ ബാക്കി വരുന്നത് കൊണ്ട് മാത്രം നമ്മുടെ മില്ല് നടക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങൾക്കിപ്പോൾ കണ്ണൂർ ജില്ല തീരുമാനിച്ചത്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ഞങ്ങളുടെ പഞ്ചായത്തും കൂടി തീരുമാനിച്ചത് ഒരു വിപുലമായ നെല്ല് സംസ്കരണ യൂണിറ്റ്, ഒരു 89 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് യൂണിറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ഭാഗം ഞങ്ങളിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ല, അത്രയ്ക്ക് നെല്ലുണ്ടാവുമോ? അല്ല, ഞങ്ങൾ കണ്ണൂർ ജില്ല ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ കാട്ടാമ്പള്ളി പദ്ധതി ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഞങ്ങൾക്ക് തരാൻ ഇപ്പം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു. എനിക്ക് ആ ചിത്രമൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു സന്തോഷം തോന്നി. ആകെ പച്ച പിടിച്ചൊക്കെ നല്ല ഇതായിട്ട് കിടക്കുന്നത്. ഈ ഉപ്പുവെള്ളം കയറിയതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് കൈപ്പാട് ഭൂമിയാണോ അത്? അതെ, ഞങ്ങൾ ഒരു 50 ഹെക്ടറോളം ഈ തണ്ണീർത്തടങ്ങളാണ് കണ്ടൽക്കാടുകളിൽ. ചെറുതാഴം പഞ്ചായത്തിലാണ് ഒരുപക്ഷെ കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ഒരു പഞ്ചായത്ത്. പണ്ടുണ്ടായിരുന്ന കൃഷി രീതികൾ അറിയുന്ന ഒരുപാട് പ്രായമായ ആളുകൾ കൃഷിഭൂമിയിൽ കണ്ടു. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ അറിവുകളൊക്കെ പ്രയോജനപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? മറ്റ് സ്ഥലങ്ങളെ, പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ കൃഷി രീതിയിൽ നിങ്ങൾ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അതെ, പഴയ കാലത്ത് ഈ എത്ര വെള്ളം പൊന്തിയാലും അവിടെ അതിനനുസരിച്ച് വളരുന്ന വിത്തുകളാണ് ഉണ്ടായിരുന്നത്. ആ വിത്തുകൾ പലതും പിന്നെ പുറകോട്ട് പോയി പുതിയ കൃഷിഭവൻ്റെ വിത്തുകൾ വന്നപ്പോൾ ഈ മാറിയ വിത്ത് ഇറക്കിയപ്പോൾ പല സ്ഥലത്തും ഈ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പരീക്ഷണം നടത്തിക്കൊണ്ട് ആ പഴയ വിത്തുകൾ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ചെറുതാഴം പൊന്മണി എന്ന് പറയുന്നത് ശരിക്കും പഴയ വിത്തിനങ്ങളുടെ ഒന്നും ഇതൊന്നല്ല, പുതിയ അല്ല. ഞങ്ങൾ ചെറുതാഴത്തിന്റെ ചെറുതാഴ പുഞ്ച എന്ന് പറയും. ഞങ്ങൾ പുഞ്ച ചെറുതാഴത്തിന് പ്രത്യേകമായ ഒരു വിത്തിനമാണ് പുഞ്ച. അപ്പോൾ പരമാവധി ആ വിത്തിനെയും അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആതിര പോലുള്ള ആണ് നമ്മളെ പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത്.
അപ്പോൾ അതിനെ ഒന്ന് പ്രത്യേകം സംസ്കരിച്ചെടുക്കുക, ചെറുതാഴത്തിൻ്റെ പ്രത്യേക ബ്രാൻഡ് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പൊന്മണി എന്ന വിത്ത്. കൃഷി മേഖലയിലെ ക്രിയാത്മകതയുടെ ഒരു സമ്പൂർണ്ണ ചക്രം, അതായത് നിങ്ങൾ ഭൂമി മണ്ണൊരുക്കുന്നു, ഒരുമിച്ച് നിന്ന് തരിശുനിലം മാറ്റി അത് കൃഷി ഇടമാക്കുന്നു, ആ ഭൂമിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ ഒരുമിച്ച് ബണ്ട് കെട്ടി ഒരു വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്നു, കൃഷി ഇറക്കുന്നു, അത് പിന്നെ അവസാനം ഈ പറഞ്ഞ പോലെ സംഭരിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയൊക്കെ പുറമേ സാധാരണ അധികം കണ്ടിട്ടില്ലാത്ത പോലെ അതൊരു പുതിയ ഉൽപ്പന്നമായിട്ട്, നിങ്ങളുടെ മാത്രം ഉൽപ്പന്നമായിട്ട്, ചെറുതാഴത്തിൻ്റെ അഭിമാന സ്തംഭമായിട്ട്, അഭിമാന മുദ്രയായിട്ട് അവസാനം ഒരു 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 ഉൽപ്പന്നം കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്രിയാത്മകതയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സൈക്കിൾ കാണുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു വളരെ ആവേശകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് സംശയമില്ല. എനിക്കൊന്ന് രണ്ട് പിന്നെ ഒരു സംശയമുള്ളത്, അതൊരു പിന്നെ ഈ സംശയം പല പഞ്ചായത്തുകളോടും ചോദിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കണ്ണൂര്, പയ്യന്നൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും, കാരണം ഇവിടെ നമ്മുടെ ഈ താഴെ പിന്നെ ഈ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഏറ്റവും താഴെ തലത്തിലുള്ള ഇതുപോലെയുള്ള വികസനപരമായിട്ടുള്ള കൂട്ടായ്മകളുടെ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടും വന്നിട്ടുള്ള, എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഒത്തൊരുമ പലപ്പോഴും എത്രയൊക്കെ താത്വികമായിട്ട് യോജിച്ചാലും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അത് പലപ്പോഴും ഭരണത്ത് വെച്ച് വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെ പല ഗ്രാമത്തിൻ്റെ കൂട്ടായ ശ്രമങ്ങളും തകർന്നു പോകുന്നതാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയാണ് നിങ്ങളെന്നറിയുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ട് വളരെ തീവ്ര നിലപാടുകളുള്ള ഒരു ജില്ലയാണ്, വളരെ പ്രബുദ്ധമായ ജില്ലയാണ്, അതേസമയത്ത് ചേരിതിരിവുള്ള ജില്ലയാണ്. ഇനിയും പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി. അപ്പോൾ അവിടെ എൻ്റെ സംശയം, ഇത് നിങ്ങൾ ഒരു പക്ഷം മാത്രമുള്ളൊരു നാടാണോ അത്? ഒരു പാർട്ടിയുടെ പാർട്ടി ഗ്രാമവും അങ്ങനെ വല്ലതാണോ? അതോ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യം വളരെ സുഭദ്രമായിട്ട് നടന്നു പോകുന്നതാണോ കാണുന്നത്? അതോ അഭിപ്രായ വ്യത്യാസങ്ങളെ സമന്വയിപ്പിച്ച് ഒത്തൊരുമിച്ച് നിന്ന ഒരു അസാധാരണ കഥ നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇത് വളരെ യോജിച്ചാണ് ഈ പ്രവർത്തനം. ഇപ്പോൾ എല്ലാ LDF ഉണ്ട്, UDF ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഈ വർക്കിൽ കൂട്ടിയോജിപ്പിച്ചു വന്നു. ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നവരിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മാജിക് ഫോർമുല. ഞങ്ങളെ കൂടെ ഇരിക്കുന്ന പാടശേഖര സമിതിയുടെ ദാമോദരൻ എന്ന് പറയുന്ന ആള് ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. പക്ഷെ അയാൾ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. പാടശേഖര കമ്മിറ്റിയുടെ സജീവ പ്രവർത്തകനാണ്. വികസനത്തിന്റെ പ്രവർത്തനത്തിൽ, നമ്മളെ പിന്നെ കൃഷിയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്താറില്ല, യോജിച്ച് പ്രവർത്തിക്കും. ഏറ്റവും ശക്തിയായി ഉയർത്തിപ്പിടിച്ച, കേരളത്തിന്റെ മുഴുവൻ മാതൃകയാക്കി ഉയർത്തിപ്പിടിക്കേണ്ടത് നിങ്ങളുടെ ആ പാരമ്പര്യമാണ്. അതുകൊണ്ട് ഇതിനൊക്കെ അതാണ് ഞങ്ങൾ ഫെസ്റ്റ് ഈ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ LDF UDFകാരെല്ലാം തന്നെ ഈ ഫെസ്റ്റിന്റെ 16 ദിവസം നീണ്ടുന്ന ഫെസ്റ്റിന്റെ പരിപാടിയിൽ ഇതിന്റെ ബാഡ്ജും കുത്തിക്കൊണ്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു 16 ദിവസം. ഫിലിമി പറഞ്ഞു കോഴിക്കോട് എല്ലാ വീടുകളിലും കൊടുത്തു. എല്ലാ വീടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ വീടുകളും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സന്നദ്ധതയുള്ള എല്ലാ വീടുകൾക്കും കൊടുക്കാൻ വേണ്ടി APL VPL വ്യത്യാസമില്ലാതെ തന്നെ ഒരു വീട്ടിൽ ഒരു കോഴിയും ഒരു കൂടും ഒരു 10 കോഴിയെങ്കിലും ഉണ്ടാവുക, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ സ്വയം പര്യാപ്തമാവുക. ഞങ്ങളത് 20,000 കോഴികളെ ഈ പഞ്ചായത്തിൽ എത്തിക്കുക എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ അതിന്റെ 5,000 കൊടുത്തു കഴിഞ്ഞു. താഴേന്ന് വന്ന ഒരു ഡിമാൻഡ് ആണോ നിങ്ങൾ നിർബന്ധപൂർവ്വം ഏൽപ്പിക്കുന്നതാണോ? ഞങ്ങൾ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഭയങ്കര പ്രതികരണമായിരുന്നു. ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ ആളുകൾ ഇപ്പോഴും ഞങ്ങൾക്ക് ആവശ്യക്കാർ ഒരു 1,500ഓളം ആവശ്യക്കാർ ഇപ്പം പുറത്ത് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സാധനം കിട്ടാനില്ല, ഈ കോഴികളെ വിരിച്ച് കിട്ടുന്നില്ല ആവശ്യത്തിന്. എന്താ ഈ പൊന്മണി അരിക്ക് ഇപ്പൊ കിലോയ്ക്ക് എന്താ വില? ചെറുതാഴം പൊന്മണി അരി ഇപ്പൊ 20 ഉറുപ്പിക. 20 ഉറുപ്പിക കിലോ? 20 ഉറുപ്പിക. ഓ ഗ്രേറ്റ്. അല്ല ഒരിച്ചാല് അത് ഇവിടെ കിട്ടാൻ മാർഗമില്ലല്ലോ നമ്മൾ ഓർക്കുകയാണ്. ഞങ്ങൾ എത്തിച്ചു തരാം. പിന്നെ എനിക്ക് പറയാനുള്ള 1-2 കാര്യം. നിങ്ങളുടെ ആ സാംസ്കാരിക കൂട്ടായ്മ നന്നായി, പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യ കലകളെ അംഗീകരിക്കുകയും അതുപോലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള കലാകാരന്മാരെ കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അതിനൊരു നല്ലൊരു ജനകീയ സ്വഭാവം കൊടുത്തത് വളരെ നന്നായി, തീർച്ചയായിട്ടും. അതുപോലെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രകൃതി ഭംഗി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ, നെൽവയലുകൾ, പരിസ്ഥിതി ബോധം, കണ്ടൽക്കാട് സംരക്ഷണം എല്ലാം വളരെ 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 നല്ലത്. താങ്ക്സ്. എൻ്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, സാക്ഷരത ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ട ജില്ലയാണ് കണ്ണൂർ. നല്ല പ്രവർത്തനങ്ങൾ നടന്നതാണ്. 100% സാക്ഷരത കൈവരിച്ച 4ാം തരം തുല്യത പ്രഖ്യാപിച്ചു. കമ്പ്യൂട്ടർ സാക്ഷരത ഒക്കെ ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ തുല്യതാ പരിപാടി ഇപ്പോഴും നിങ്ങൾ 4ാം തരം തുല്യത പ്രഖ്യാപിച്ചു. ഞാനൊന്ന് പറഞ്ഞോണ്ട് 4ാം തരത്തിൽ നിൽക്കുകയാണ് അവിടെ. നിങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോരല്ലോ. കാരണം 10ാം ക്ലാസ് വരെ മറ്റു ജില്ലകളിൽ ഉയർന്നു വന്നപ്പോൾ നിങ്ങളുടെ ചെറുതാഴം പഞ്ചായത്തിൽ അത് 4ാം തരത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു പരിമിതി.